പിന്മാറുന്നു എന്ന് പറഞ്ഞല്ലോ. അത് അവരെന്ത് അറിവില്ലായ്മയാണ് സാർ ചിന്തിച്ചിട്ടുണ്ടോ? അത് ബേസിക്കലി അവർ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസസ് ആണെന്ന് തോന്നും, ഞാനിങ്ങനെ ചിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ആയിപ്പോവോ. ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാവും. അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു, അത് കഴിഞ്ഞ് ആസിഫിന് എന്തെങ്കിലും സംഭവിച്ചോ? ആസിഫ് മുകളിലേക്ക് ഞാൻ ഗ്രാഫ് വളരുകയാണ് ചെയ്തത് ആസ് ആൻ ആക്ടർ. അത് മനസ്സിലാക്കും കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ. എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം, സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു 10 പേര് അവിടെ ഇവിടെ ഇരുന്ന് എഴുതുമായിരിക്കും. അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകുന്നല്ലോ, സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നത്. അതിപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും. എപ്പോഴും ഉണ്ട്, 100 പേരുണ്ടെങ്കിൽ 100 സ്വഭാവക്കാരാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും? ചിലപ്പോൾ കുറച്ച് പേരത് എടുക്കും, മനസ്സിലാക്കാവുന്നവർക്ക് അത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അത് നോക്കരുത്. ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഇത് ആയി വരുന്നുണ്ട്. ഇപ്പം എനിക്ക് വേണേൽ കുറേ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട്. പക്ഷെ ചിലർക്കൊരു ഇപ്പോഴും ഒരു മടിയുണ്ട്. മാറ്റിയാൽ അവർക്ക് നല്ലത്. പിന്നെ സമീപിക്കുമോ? അവരിപ്പോൾ സാർ ഒരു കഥ പറഞ്ഞിട്ട് അവർ അതിന് പിന്മാറി പിന്നീട് സാറ് സമീപിക്കും അവരെ? ഇല്ല, കാരണം ഞാൻ ഇതിനെ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല, ഞാൻ അങ്ങനെ ഞാൻ എഴുതി തള്ളുകയല്ല ഞാൻ. അപ്പം ഇനിയിപ്പോൾ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അത് പിന്നെ എൻ്റെ സെൽഫിഷ്നെസ്സാണ്, ഞാൻ പോകും, എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ. അല്ലേ ഞാൻ ചെല്ലത്തില്ല. കാരണം നമ്മളൊരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണ്. അപ്പം അവർ നോക്കേണ്ടതിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത്. അല്ലാതെ എനിക്ക് എങ്ങനെ ആയിരിക്കണം, അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉള്ളൊരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പണ്ട് ഏതൊരു ഇതിനകത്ത് പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാൻ ഞാനില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കരുത്. ഇതെല്ലാം ക്യാരക്ടറല്ലേ, അത്രേ ഉള്ളൂ. അപ്പം ചെല്ലാത്തതിൻ്റെ കാരണം എന്താ പറയുക, അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി. ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു. ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ്. അങ്ങനെ ആകുമ്പോൾ അതിനകത്തൊരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് അവരുടെ പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടെങ്കിൽ അത് ഇന്ന വ്യക്തിയുടെ സീൻ അല്ലെങ്കിൽ ഇന്ന നടിയുടെ സീൻ എന്ന് പറഞ്ഞ് പുറത്ത് റീൽസും അല്ലെങ്കിൽ വാർത്തകളായിട്ട് വരുമ്പോൾ വ്യക്തിഹത്യ അല്ലെങ്കിൽ വ്യക്തികളായിട്ട് കാണുന്നത് പ്രശ്നങ്ങളില്ല, കഥാപാത്രങ്ങളെ കാണാതെ. അത് ആരുടെ പ്രശ്നമാണെന്നാ പറയുന്നത്? ആർക്ക് പ്രശ്നമാണെന്നാ പറയുന്നത്? കൺവേ ചെയ്യുന്നത് അങ്ങനെ ഒരു കഥാപാത്രങ്ങളെ കാണാതെ വ്യക്തികളെ കാണുന്നത് പ്രശ്നമല്ലേ? അതായിരിക്കാം. അത് അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ. അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അല്ലാതെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്.